നമസ്കാരം. ബോക്സ് ഓഫീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതീക്ഷകളെ അർത്ഥവത്താക്കിയ ഇന്ത്യൻ റുപ്പി എന്ന രഞ്ജിത്ത് സിനിമ തന്നെയാണ് മലയാളത്തിന്റെ ബോക്സ് ഓഫീസിലെ തലയെടുപ്പ്. തമിഴ് ചിത്രങ്ങളായ എങ്കയും എപ്പോതും, വന്താൻ വേന്ദ്രാൻ, ഹിന്ദിയിൽ നിന്ന് റാസ്കൽസ് എന്നിവയാണ് പോയ വാരം തിയേറ്ററുകളിലെത്തിയത്. ആദ്യം ബോക്സ് ഓഫീസ് റിവ്യൂ. മലയാളത്തിന്റെ തിരശീലങ്ങളെ രഞ്ജിത്ത് വീണ്ടും മാറ്റി എഴുതിയിരിക്കുന്നു. കാലം കലാകാരനിലേൽപ്പിച്ച ഉത്തരവാദിത്ത ബോധ്യം ഉൾക്കൊണ്ടാണ് ലാളിത്യത്തിന്റെ കൈപ്പിടിയിൽ ഇന്ത്യൻ റുപ്പി കഥ പറഞ്ഞത്. പ്രാഞ്ചിയേട്ടനിലൂടെ മലയാളിയെ പരിഹസിച്ച് ചിരിപ്പിച്ച രഞ്ജിത്ത് വീണ്ടും കയ്യടി വാങ്ങുകയാണ്. കാലത്തിന്റെയും കാലിക കേരളത്തിന്റെയും കണ്ണിൽ നോക്കി വരച്ച ജീവിതരേഖ കൂടിയാണ് ഇന്ത്യൻ റുപ്പി. ജീവിതത്തെ തിരയിലെഴുതുമ്പോൾ ആശയ തീവ്രതയ്ക്കൊപ്പം ആവിഷ്കാര സാമർഥ്യം വേണമെന്ന പാഠം ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ റുപ്പി ഒരുക്കിയിരിക്കുന്നത്. കാലത്തിന്റെയും കാലിക കേരളത്തിന്റെയും കണ്ണിൽ നോക്കി രഞ്ജിത്ത് വരച്ച ജീവിതരേഖയാണ് ഇന്ത്യൻ റുപ്പി. ജീവിതത്തെ തിരയിലെഴുതുമ്പോൾ ആശയ തീവ്രതയ്ക്കൊപ്പം ആവിഷ്കാര സാമർഥ്യം വേണമെന്ന പാഠം ഉൾക്കൊണ്ടാണ് രഞ്ജിത്ത് ചിത്രമൊരുക്കിയിരിക്കുന്നത്. എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും വികാരങ്ങളെ തങ്ങളുടെ സൃഷ്ടിയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നതിൽ പത്മരാജനും ലോഹിതദാസും വിജയിച്ചതും ഈ പാതയിലാണ്. നമ്മുടെ നാടിന്റെ കഥ പറയേണ്ടത് നാട്ടുബിംബങ്ങളുടെ കൃത്രിമക്കൂട്ടുകളിൽ പരാമർശിക്കുന്ന കാലത്തോട് മുഖം തിരിച്ചല്ല എന്ന് ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഈ സംവിധായകൻ. ടെംപ്ലേറ്റ് സിനിമകൾ ആവർത്തിക്കുന്നവർക്ക് പുതുപാഠമാണിത്. പണമുണ്ടാക്കുക എന്ന ആഗ്രഹം ആർത്തിയിലേക്ക് പരിവർത്തനപ്പെടുന്ന സമകാലികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കോഴിക്കോടൻ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യൻ റുപ്പി കഥ കോറിയിട്ടത്. ഓൺ ഡ്യൂട്ടിയാ, നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വാ. ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമെന്ന് വെച്ചാ പേടിക്കാനൊന്നുമില്ല. ആ നടക്കാവിലെ പ്രോപ്പർട്ടി വിറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കമ്മീഷണർ ഏസിമാരും ഫുൾ ടീം സ്പോട്ടിലുണ്ട്. നിന്നെ സിഎച്ചിനെ വിളിപ്പിക്കാൻ പറഞ്ഞു. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന JP എന്ന ജയപ്രകാശ് ഇടത്തരം കുടുംബാംഗമാണ്. രായൻ, ജോസ് തുടങ്ങിയ കോഴിക്കോട്ടെ പ്രധാന വസ്തു ബ്രോക്കർമാരുടെ സഹായികളാണ് JPയും സുഹൃത്ത് CHും. പുതിയ കാലത്തെ കമ്മീഷൻ ജീവിതത്തെ കുത്തി നോവിക്കുകയാണ് ഈ സിനിമ. ഇടനിലക്കാരുടെ അടിത്തട്ടിലെ കണ്ണികളായ JPയും CHും സ്വപ്ന സഞ്ചാരത്തിന് കൂടുതൽ പണം ലക്ഷ്യമിടുന്നവരാണ്. പണക്കൊതി തീർക്കാൻ കുറുക്കുവഴി ശീലമാക്കുമ്പോൾ വന്നുചേരുന്ന ദുരന്ത സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ചിത്രം. അന്യന്റെ മുതൽ അന്യായ വഴിയിൽ കയ്യിൽ വന്നു ചേരുമ്പോൾ ചാക്രിക പ്രക്രിയയിലൂടെ അത് അയാളിൽ തന്നെ തിരിച്ചെത്തുമെന്ന സാമൂഹ്യ പാഠവും റുപ്പിയിൽ കാണാം. ഈ വണ്ടിപ്പേട്ട കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്തോട്ടെ, 4:45 ഞങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. എന്താ ജോയിയെ? ഞാൻ ആ ബാംഗ്ലൂർ സിറിയക് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗൂഗിൾ എർത്ത് വഴി സ്ഥലം കണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്ന് വില ഉറപ്പിച്ചു വാ. അതൊരൊറ്റ സിറ്റിംഗിൽ തീരും. ജോയിയെ, സിറ്റിംഗ് എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോ. അബീദേ, അല്ല കാക്കട്ടെ. എന്നാ പിന്നെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ചു വിട്ടാളി. മോനെ ഇവിടെ ഇരിക്കും. മോനെ, നിന്നൊക്കെ വളർത്തുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം. വിളഞ്ഞ മോനാണ് നീ. ആരെന്റെ ഗുരു നിങ്ങളല്ലേ? മോൻ മെല്ലെ സ്കൂട്ട് ചെയ്ത് വിട്ടോ. ചെല്ല്. നന്നായി ജീവിക്കണം എന്നതിന് ഏത് വിധേനയും പണമുണ്ടാക്കുക എന്ന ടാഗ്ലൈൻ ഇടുന്ന കാലത്തെ കണക്കറ്റ് ശിക്ഷിക്കുകയാണ് ഈ ചിത്രം. താരപ്രതിഷ്ഠകൾക്കായി അവതാര കഥകൾ തീർത്ത പാപകാലത്തെ കഴുകിക്കളഞ്ഞ കയ്യൊപ്പിലും തിരക്കഥയിലും പാലേരി മാണിക്യത്തിലും പ്രാഞ്ചിയേട്ടനിലും തുടർന്ന കാഴ്ചയുടെ പുതുവാതായനങ്ങളിലൂടെ ഇന്ത്യൻ റുപ്പിയും വഴി നടത്തുന്നു. തിലകൻ എന്ന അഭിനയ പ്രതിഭയ്ക്ക് പകരമാകാൻ മറ്റൊരു നടനില്ലെന്ന ബോധ്യം കൂടി സമ്മാനിക്കുന്നു ഈ ചിത്രം. ഭാവാഭിനയത്തിന്റെയും ആകാരാഭിനയത്തിന്റെയും അത്യുന്നതങ്ങളിലൂടെയാണ് തിലകന്റെ അച്യുതമേനോൻ എന്ന കഥാപാത്രം കടന്നുപോകുന്നത്. എവിടെയായിരുന്നു ഇത്രയും നാളെന്ന JPയുടെ ചോദ്യത്തിന് അച്യുതമേനോൻ നൽകിയ പൊട്ടിച്ചിരിയിൽ കുതിർന്ന മറുപടി തന്നിലെ പ്രതിഭയ്ക്ക് വിലക്കിട്ട വിഡ്ഢിത്തത്തോട് തിലകൻ എന്ന അഭിനയ പ്രതിഭയുടെ പ്രതികരണം തന്നെയാണ്. വെക്കാൻ തീരുമാനിച്ച ശേഷം 2 കൂട്ടർ വന്നിരുന്നു. സെന്റിന് 6 ലക്ഷം വരെ അവര് കണ്ടുള്ളൂ. അതിനൊന്നും ഏതായാലും കൊടുക്കാൻ ഉദ്ദേശമില്ല. അല്ല, ഇപ്പൊ മൊത്തത്തില് മാർക്കറ്റ് കുറച്ചിട്ടല്ല, ദുബായ്ക്കാരെ തള്ളിച്ചങ്ങ് തീർന്നല്ലോ. കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ പണിയാനാണെങ്കിൽ ഇപ്പൊ കോർപ്പറേഷന്റെ ഓരോ ഗുലുമാല് നിയമങ്ങളും, ഇത്ര ഏരിയ കാർ പാർക്കിംഗ്, ഇത്ര നില, ഇത്ര അടിത്താഴ്ചയില് പൈലിംഗ്, തേങ്ങാക്കൊല, പിന്നെ വീട് വെച്ച് താമസിക്കാൻ ഇപ്പൊ സിറ്റിയുടെ നടുക്ക് അങ്ങനെ ആർക്കും താല്പര്യമില്ല. ഒന്നാമത് കള്ളന്മാരുടെ ശല്യം. ഈ മതി. നിങ്ങൾ ഈ ബ്രോക്കർമാരുടെ സ്ഥിരം ഡയലോഗ് എന്നോട് വേണ്ട. എനിക്കത് കേൾക്കാനുള്ള സമയമില്ല. തന്നിലെ നടനെ പാകപ്പെടുത്താൻ പൃഥ്വിരാജിന് ലഭിച്ച ഏറ്റവും മികച്ച അവസരം കൂടിയാണ് ഈ ചിത്രം.
മസിൽ പെരുക്കത്തിന്റെ അസ്വാഭാവികതകളെ അപ്രത്യക്ഷമാക്കി ഉജ്ജ്വലമാക്കിയിട്ടുണ്ട് ജയപ്രകാശിനെ പൃഥ്വിരാജ്. നിഷ്കളങ്കതയും നിസ്സഹായതയും പ്രതിഫലിക്കുന്ന ചില മാനരസങ്ങളിലേക്ക് JPയെ ഇൻസെർട്ട് ചെയ്യുക കൂടി ചെയ്തപ്പോൾ കയ്യടി നേടുന്നു ഈ താരം. വീട്, അച്ഛനമ്മമാർ, പഴയ ഓട്ടുപാത്രങ്ങൾ, ഫർണിച്ചർ ഇതൊക്കെ വിട്ടിട്ടാണല്ലോ മക്കള് വിദേശത്തേക്ക് പോകുന്നത്. സെന്റിനൊരു 9-10 വരെയൊക്കെ തന്ത ചോദിക്കും കേട്ടോ. ആള് റിട്ടയർഡ് പുലിയ. 6ാം വാരിക്ക് പൂട്ടിട്ടാലേ വീഴൂ. ജഗതിയുടെ ഗോൾഡ് പാപ്പൻ, ടിനി ടോമിന്റെ CH, രേവതിയുടെ ഡോക്ടർ, റീമയുടെ ബീന എല്ലാവരും സിനിമയുടെ സ്വാഭാവിക പ്രതലത്തിൽ നന്നായി തിളങ്ങി. ഈ പുഴയും പോകയായി വിരുന്നുകാരി എന്നീ 2 ഗാനങ്ങളിലൂടെ എന്നും ഓർത്തുവയ്ക്കാനുള്ള ഈണങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു ഷഹബാസ് അമൻ. ഇത്ര റിയലിസ്റ്റിക്കായി കഥ പറഞ്ഞപ്പോഴും കൊതിപ്പിക്കുന്ന ഫ്രെയിമുകൾ ഒരിടത്തും കടന്നു വന്നിട്ടില്ല. ദൃശ്യപരിചരണത്തിലെ ഒഴുക്കില്ലായ്മ ഈ പുഴയും എന്ന ഗാനത്തെ മുഴച്ചു നിർത്തുന്നുമുണ്ട്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന ചിത്രത്തെ ആത്മഗന്ധിയാക്കിയത് തൃശൂർ ഭാഷ കൂടിയായിരുന്നു. എന്നാൽ വടക്കൻ ഭാഷയുടെ മാധുര്യം JPയിൽ നിന്ന് പാതിയിൽ വെച്ച് അകന്നുപോകുന്നതാണ് ഇന്ത്യൻ റുപ്പിയിൽ കണ്ടത്. ഇത്ര ഗൗരവമേറിയ പ്രമേയം ചെറുചിരിയോടെ മനസ്സിൽ തറയ്ക്കുന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം അസ്വാഭാവികതയുള്ള ഒരു ടൈലന്റ് കൂട്ടിച്ചേർക്കണമായിരുന്നില്ല. പ്രമേയ തീവ്രതയിൽ ചെറിയ പോരായ്മകൾ പ്രേക്ഷകർ കണ്ടില്ലെന്ന് നടിക്കും. കാരണം മണിച്ചീനും ഫ്ളാറ്റ് തട്ടിപ്പും മന്ത്രതന്ത്ര ചെപ്പടിവിദ്യകളും വരുതിയിലാക്കിയ കേരളത്തിന്റെ സമകാലിക മുഖത്ത് നോക്കിയാണ് രഞ്ജിത്ത് ഈ ചങ്കൂറ്റം കാട്ടിയത്. ജോയേട്ടൻ നിങ്ങളൊന്ന് പറയുന്നു. ദാ അവിടെ എന്റെ രായനക്ക ആദ്യമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നൊരു കേസായത്. ഇങ്ങളെ ഓഫീസോ? കലാകാരന്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്നത് എൻ ടൈറ്റിലിനൊപ്പം എഴുതിക്കാട്ടുന്ന ഉപദേശവചനങ്ങളിലേക്ക് ഒതുക്കാതെ പണക്കൊതി എന്ന സമൂഹത്തിന്റെ കണ്ണിൽ കുത്തിയിറങ്ങിയ കരടിനെ തട്ടിയിളക്കിയിരിക്കുന്നു ഇന്ത്യൻ റുപ്പിയും സംവിധായകനും. അതുകൊണ്ട് തന്നെ ചലച്ചിത്രകാരിൽ നിന്ന് ഫിലിം ആക്ടിവിസ്റ്റിലേക്കുള്ള പടികയറ്റം കൂടിയാണ് രഞ്ജിത്തിന് ഇന്ത്യൻ റുപ്പി. തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമെന്ന് മാത്രമേ ഇന്ത്യൻ റുപ്പിക്ക് അടിവരയിടാനാകൂ. Yeah.